പൂർണ്ണമായും ശരിവെക്കുന്ന നിലയിലേക്കുള്ള നിലപാടാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ള നടപടികൾ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ആ നടപടികൾ വിശദീകരിച്ചതാണ്. പിന്നെ പറയുന്ന കുരിയാട് ഇതിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയും വിശദീകരിച്ചതാണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതൊക്കെ ഒന്ന് ചർച്ചയിൽ വന്നതാണ്. അത് നേരത്തെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. ഇപ്പോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടത്ത് 360 മീറ്റർ വയഡക്റ്റ് നിർമ്മിക്കുമെന്നുള്ള നേരത്തെ അറിയിച്ച വിവരം അത് ഉറപ്പുവരുത്താൻ തീരുമാനം ഇന്നത്തെ മീറ്റിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കരാർ കമ്പനിയെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തെറ്റായ പ്രവണതകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അതിനോട് സന്ധി ചെയ്യരുത് എന്ന സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ശരിവെച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ കുരിയാട് മാത്രമല്ല മറ്റ് ചില ഇടങ്ങളിലും ചില വിള്ളലുകളും ചില പ്രശ്നങ്ങളും ഉള്ള കാര്യം ഫോട്ടോ വീഡിയോ സഹിതം സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ശ്രദ്ധപ്പെടുത്തിയതാണ്. അത് ഇന്നത്തെ മീറ്റിങ്ങിലും ആ നിലയിൽ തന്നെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവിടങ്ങളിലും നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ഇടപെടാം എന്നുള്ളത് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് മന്ത്രി പോയിട്ടുള്ളത്. എല്ലാ നിലയിലും നിർമ്മാണത്തിൽ ഒരു തരത്തിലുള്ള അപാകതയും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഇടപെടുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ NH-66 പദ്ധതിയുടെ പ്രാധാന്യമാണ്, അത് നമുക്കൊക്കെ അറിയാം. ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി. എത്രയോ കാലത്തെ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ് ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണവും നടന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കാലത്ത് മുടങ്ങിപ്പോയ പദ്ധതിയാണ്. നമുക്കറിയാം അതെങ്ങനെ യാഥാർത്ഥ്യമായി എന്നുള്ളത്. ഒരു തരത്തിലും നാം കരുതാത്ത നിലയിലേക്കുള്ള ഒരു തീരുമാനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അത് ചെറിയ തുകയല്ല, 5600 കോടി രൂപയാണ്. 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം ഭൂമി ഏറ്റെടുക്കലും അത്ര എളുപ്പത്തിലല്ല നടന്നത്. ഒരുപാട് പ്രയാസം, ഒരുപാട് പ്രതിസന്ധികൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. എന്നാൽ ജനങ്ങളെ ആകെ യോജിപ്പിച്ച് നിശ്ചയദാർഢ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു. വളരെ നേരത്തെ തന്നെ ഇത് 45 മീറ്റർ വേണോ വേണ്ടിയോ എന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 45 മീറ്റർ എന്നുള്ള നിലയിലേക്ക് എത്തുകയും അതിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കൽ ഒരു തരത്തിലും നടക്കില്ല എന്നുള്ള വാദത്തെയൊക്കെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടന്നത്. പിന്നെ ഇതിൻ്റെ നിർമ്മാണം, അലൈൻമെൻറ്റ് മുതൽ നിർമ്മാണം എല്ലാ കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ചെയ്യുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്, ഇടപെടേണ്ടതുണ്ട്. അവയിലൊക്കെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടു. ഡിസംബർ മാസം 6-നാണ് ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കൊപ്പം ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടതിന് ശേഷം ഇതേ ഹാളിൽ നിങ്ങളെ കണ്ടത്. അന്ന് പറഞ്ഞ ഒരു കാര്യം പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. എല്ലാ 2 ആഴ്ചയിലും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു റീച്ചിൻ്റെയെങ്കിലും റിവ്യൂ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വസ്തുതയാണ്.
മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ ഇതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇവിടെ അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം ഇടപെടലുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിച്ചത്. അത്തരം ഇടപെടലുകൾ ഇനിയും തുടരും എന്നുള്ളത് പ്രത്യേകം ഇവിടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.